ടർബോ ജ്യൂസിനെ കണ്ടിട്ട് വന്നിട്ടുള്ള ഇരിപ്പാണ് കേട്ടോ. ഇതാ ഇപ്പോഴും കയ്യിലെ രോമം ഇങ്ങനെ പൊന്താണ്. ആ സിനിമ കണ്ടിട്ട് വന്നിട്ടുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പോഴും മാറിയിട്ടില്ല. മിഥുൻ മാനുവൽ തോമസിന്റെ കഥയില് വൈശാഖ് സംവിധാനം ചെയ്തിട്ടുള്ള മമ്മൂട്ടി കമ്പനി നിർമ്മിച്ചിട്ടുള്ള മമ്മൂട്ടി സിനിമയാണ് ടർബോ. സിനിമ പറയുന്നത് പോലെ തന്നെ ആക്ഷൻ കോമഡി അതിനോട് പൂർണ്ണമായിട്ട് നീതി പുലർത്തിയുള്ള സിനിമയാണ് ടർബോ എന്ന് പറയുന്നത്. അതിഗംഭീരമായിട്ടുള്ള സിനിമ. മമ്മൂക്കന്റെ പെർഫോമൻസ് പറഞ്ഞത് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. പിന്നെ ഇതില് മമ്മൂക്കന്റെ എൻട്രിയോട് കൂടെ തന്നെ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഞാനിങ്ങനെ കാത്തിരുന്ന മറ്റൊരു കഥാപാത്രമാണ്, മറ്റൊരു എൻട്രി ആയിരുന്നു. വില്ലന്റെ എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ കന്നഡ അഭിനേതാവായിട്ടുള്ള രാജ്ബി ഷെട്ടി, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ വെട്രിവേൽ ഷൺമുഖ സുന്ദരൻ. ഓ എന്റെ പൊന്നെ, ഒരു രക്ഷയില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിനൊന്നും മത്സരിച്ചിട്ടുള്ള അഭിനയം. ഓ, ഒരു രക്ഷയില്ലാത്ത അഭിനയം എന്ന് വേണം പറയാൻ വേണ്ടിട്ട്. കോമഡിക്ക് കോമഡി, ആക്ഷന് ആക്ഷൻ. കോമഡി എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ മറ്റുള്ള നായകന്മാർ, മറ്റുള്ള ജനപ്രിയ ആളുകളുടെ ഒക്കെ പറഞ്ഞ വള്ളിപ്പനും കോമഡി എന്നല്ല, ഇത് ചിരിക്കും നമ്മൾ. കോമഡി കേട്ടാൽ നമ്മൾ ആസ്വദിച്ചിരിക്കും, അങ്ങനത്തെ കോമഡി. ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്, നമ്മുടെ രക്തം ഇങ്ങനെ തിളക്കും. അതിന്റെ ആക്ഷൻ, എന്റെ പൊന്നി. മമ്മൂക്കിന്റെ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഞാനൊക്കെ പിന്നെ ആ ട്രെയിലർ കണ്ട സമയത്ത് മമ്മൂക്ക കിടന്നിട്ടുള്ള മറിച്ചില് കാലുകളിലെ ഇടിയും ഒക്കെ കണ്ടപ്പോ എന്റെ പൊന്നെ, മമ്മൂക്ക എങ്ങനെ ചെയ്യുമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. കാരണം മമ്മൂക്ക ആക്ഷൻ പടങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് ഇപ്പോ അത്രക്ക് വലിയൊരു ആക്ഷൻ പടങ്ങൾ ഉണ്ടോ ഇല്ലാന്ന് തോന്നുന്നുണ്ടല്ല. അപ്പൊ ഇത് കണ്ടപ്പോ ട്രെയിലർ കണ്ട സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പടച്ച തമ്പുരാൻ, എനിക്ക് എന്താണ് ഉറപ്പായിട്ടും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം. അത് ഫസ്റ്റ് റിലീസിന് അന്ന് തന്നെ പോയി കാണാൻ ഞാൻ തീരുമാനിച്ചതായിരുന്നു. അങ്ങനെ ഇന്ന് പോയിട്ട് കണ്ട്. ഇപ്പൊ ഞാൻ ട്രെയിലർ കണ്ടിട്ടുള്ള ആ ഭാഗങ്ങളൊക്കെ, ഫൈറ്റ് വരുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ നോക്കിയിരിക്കായിരുന്നു. ഓ എന്റെ പൊന്നെ, മൂപ്പരെ കേട്ടിട്ടുള്ള സിനിമയില് മൂപ്പര് കേട്ട അങ്ങനെ അറമാദിക്ക് ഒരു രക്ഷയില്ല. അറമാദിക്ക് മുന്നേ കുറച്ച് കിംബദന്തികളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള സംഭവം തന്നെ. മമ്മൂക്കന്റെ ഡ്യൂപ്പായിട്ട് ടിനി ടോം വരുന്നുണ്ട്. അപ്പൊ ഇത് ടിനി ടോം ആണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ സൂക്ഷിച്ച് നോക്കണ്ടായിരുന്നു. അല്ലട്ടാ, അല്ല, മമ്മൂക്ക തന്നെ. എന്ത് ജാതി മറിച്ചിലും ഇതൊക്കെ. ഓ, ആ റേസിങ് വണ്ടി വാഹനം ഓടിക്കണ ആ ഒരു സീനുകളൊക്കെ ഉണ്ടല്ലോ. നമ്മളിങ്ങനെ അതിന്റെ കൂടെ നമ്മൾ അതിന്റെ ഉള്ളിൽ കയറി നമ്മളിങ്ങനെ പോയി പോകും. ഓ, അപ്പൊ ആ സീനൊക്കെ കാണുന്ന സമയത്ത് നമ്മൾക്ക് വണ്ടി സ്റ്റിയറിംഗ് ഒന്ന് വാങ്ങിച്ചിട്ട് നമുക്കാണ് കയറിയാൽ നമുക്ക് വണ്ടി ഓടിച്ചാട്ടെന്നുള്ള അങ്ങനെയൊക്കെ ഉള്ള ഒരു തോന്നലാണ്. വല്ലാത്ത വണ്ടറായിട്ട് നമ്മളിങ്ങനെ വണ്ടറടിച്ചു പോകും. ഒറ്റ സാധനമായിരുന്നു സിനിമ ടർബോ. അപ്പൊ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട, നിർബന്ധമായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമ തന്നെയാണ് ടർബോ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു 2024 എന്ന് പറഞ്ഞ മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടമാണ്. നമ്മളുടെ 2024 ഒരുപാട് നല്ല നല്ല സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അക്കൂട്ടത്തില് ടർബോ തീർച്ചയായിട്ടും, ടർബോയും വന്നിരിക്കാതെ തീർച്ചയായിട്ടും അത് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. അതിന് വേണ്ടുന്ന തിയേറ്റർ എക്സ്പീരിയൻസ് തിയേറ്ററിനുള്ളിൽ പോയിരുന്നിട്ട് ആസ്വദിക്കേണ്ട ഒരു സിനിമയാണ്. OTT റിലീസ് വന്നതിന് ശേഷം കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആ തിയേറ്ററിനുള്ളിലുള്ള ആ വിഷ്വല്, അതുപോലെ ആ സൗണ്ട് എഫക്ട്, ഈ സാധനങ്ങളൊക്കെ നമ്മൾക്ക് തിയേറ്ററിൽ കാണുമ്പോൾ അത് ആസ്വദിക്കാൻ കിട്ടുന്ന ആ ഒരു ഗൂസ് ബംപ്, ആ ഒരു സംഭവം അതൊന്നും വേറെ തന്നെയാണ്. കഥ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറയുന്നില്ല, കാരണം ഇന്ന് റിലീസ് ആയിട്ടുള്ള സിനിമയാണ്. ഞാൻ മമ്മൂക്കന്റെ ഒരു സിനിമ ഞാൻ തിയേറ്ററിൽ അങ്ങനെ അധികം പോയിട്ട് കാണുന്ന ഒരാളല്ല. അപ്പോ മമ്മൂക്കന്റെ ഈ സിനിമ എന്തായാലും കാണണം എന്നുള്ള വാശിപ്പുറത്ത് ഇന്ന് ഫസ്റ്റ് ഡേ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോയിട്ട് കണ്ടിട്ടുള്ളതാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ് ടർബോ എന്ന് പറയുന്നത്. ഏതോ ഒരു ഇന്റർവ്യൂവിൽ മമ്മൂക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടർബോ സിനിമയുടെ ഡയറക്ടർ ആയിട്ടുള്ള വൈശാഖ്, അദ്ദേഹം മമ്മൂക്കന്റെ പ്രായത്തെ പരിഗണിക്കാതെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല ട്ടാ, ഡയറക്ടറിന് കഷ്ടപ്പെടുത്തിയതല്ല. എന്റെ പൊന്നെ, മമ്മൂക്ക അതിൽ കിടന്ന് അർമാദിക്കാണ്. ഒരു രക്ഷയില്ല. മൂപ്പര് കിടന്നിട്ട് അങ്ങട് മറിയ ആ ചേസിങ്, ഇടി ഫൈറ്റ്, ഇടിക്ക് ഇടി, കോമഡിക്ക് കോമഡി. മമ്മൂക്കന്റെ കോമഡിനെ കളിയാക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കുള്ള തിരിച്ചടിയാണിത്. അത്രക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മള് ചിരിച്ച് ചാവും. ഒറ്റൊരു സാധനം. തിയേറ്ററിലൊക്കെ പോയപ്പോ ആളുകൾ കൂവി വിളിക്കുക. കൂവ മീൻസ് അതിന്റെ ഓരോരോ രോമാഞ്ചജനകമായിട്ടുള്ള ഓരോ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആർപ്പ് വിളിക്കുക. എന്തെല്ലാം വല്ലാത്തൊരു സംഭവം, വല്ലാത്തൊരു ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു സിനിമയാണ് ടർബോ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട 2024 വന്നിട്ടുള്ള ഏറ്റവും അവസാനത്തെ സിനിമയാണ് ടർബോ എന്ന് പറയുന്നത്. തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണുക. അതുപോലെ ടർബോ നമ്മൾക്ക് മുന്നിലേക്ക് ഒരു സസ്പെൻസ് കൂടെ വെക്കുന്നുണ്ട്. ടർബോ സെക്കൻഡ് ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നത്. കാരണം അങ്ങനെ ഒരു കാര്യത്തിലാണ് സിനിമ അവസാനിക്കുന്നത്. ആ കാര്യം എന്താണെന്ന് ഞാൻ പറയണില്ലെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയിട്ട് കണ്ടോളി. അപ്പോഴേ അതിന്റെ ആ ഒരു
ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ത്രില്ല് അത് നമ്മൾക്ക് ചിലതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ട് തന്നെ അറിയണം. അല്ലാണ്ട് നമ്മളിങ്ങനെ വായയിൽ വരുന്നത് അല്ലെങ്കിൽ കുറച്ച് ആളുകൾ എഴുതിയതൊക്കെ വായിച്ചിട്ട് അറിയാനുള്ളതല്ല. ചിലത് നമ്മൾ അനുഭവിച്ച അപ്പോഴാണ് അതിന്റെ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു സംഭവം നമുക്ക് കിട്ടും. മേക്കിംഗ്, കളറ്, എഡിറ്റ്, അതുപോലെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അപാരമായിട്ടുള്ള രീതിയിലാണ് ടർബോയിൽ വന്നിട്ടുള്ളത്. ആക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ആ വില്ലനായിട്ട് വരുന്ന മനുഷ്യന് രാജ്ബി ഷെട്ടി തകർത്ത് വാരിയിട്ടുണ്ട്. തകർത്ത് മമ്മൂക്കന്റെ കൂടെ ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ്. വല്ലാത്ത ജാതി അഭിനയം, വല്ലാത്ത ജാതി മനുഷ്യന്മാരാണ് ടർബോയിൽ അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ മമ്മൂക്കിന്റെ അമ്മയായിട്ട് വരുന്ന ബിന്ദു പണിക്കരാണ്. അത് വല്ലാത്തൊരു ക്യാരക്ടർ, വല്ലാത്തൊരു സംഭവമാണ്. വല്ലാത്ത ജാതി ആൾക്കാരാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. മൊത്തത്തിൽ വളരെ വളരെ എക്സൈറ്റഡ് ആണ്. വളരെ നമ്മൾക്ക് ഒരു കാരണവശാലും ക്യാഷ് പോകില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. നമ്മൾ ഒരാളോ രണ്ടാളോ 10 ആളോ പോയി കഴിഞ്ഞാലും ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അങ്ങനെ തന്നെ കിട്ടാൻ സാധ്യതയുള്ളൂ. ഓൺലൈനിൽ തന്നെ കിട്ടാൻ സാധ്യതയുള്ളൂ. ഓഫ്ലൈൻ ആയിരുന്നാലും ഒരു കാരണവശാലും പൈസ പോയി പോവില്ല. 100% ഗ്യാരണ്ടിയാണ്. മമ്മൂക്കനെ 73 വയസ്സുള്ള ചെറുപ്പക്കാരൻ വിളിക്കുന്നത് വെറുതെ ഒന്നല്ല കേട്ടോ. മൂപ്പര് ഓരോ ഇന്റർവ്യൂലൊക്കെ പറയുന്നുണ്ട്, മൂപ്പര് കുഞ്ഞാണ്, വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിനയമാണ്, സിനിമയാണ് മൂപ്പരുടെ ജോലി, ജീവശ്വാസം. അതില്ലെങ്കിൽ ഞാനില്ല എന്നാണ് മമ്മൂക്ക ഒരു സമയത്ത് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും ഈ ടർബോ സിനിമ കാണുന്ന സമയത്ത് അത് നമ്മൾക്ക് അദ്ദേഹം പറഞ്ഞ 100% സത്യമാണ്. അദ്ദേഹത്തെ തൊട്ടുള്ള പറഞ്ഞിട്ടുള്ള കാര്യം ടർബോ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. കാരണം അത്രയധികം എഫേർട്ട് അദ്ദേഹം ആ സിനിമയിൽ ഇട്ടിട്ടുണ്ട്. അത് സിനിമ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. OTT റിലീസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതെ നിങ്ങൾ എന്താക്കാം, തിയേറ്ററിൽ പോയിട്ട് കാണാം, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോഴേ അതിന്റെ ആ ഒരു ഹൈപ്പ്, ആ ഒരു ലെവൽ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാം കേട്ടോ.